കായംകുളം നഗരസഭയിലെ ശുചിമുറി മൊബൈൽ സംസ്കരണ പ്ലാന്റ് വാഹനം നഗരസഭാ ഗ്യാരേജിൽ നിന്നും അപ്രത്യക്ഷമായതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് നഗരസഭാ UDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. നാടിന്റെ പരിതസ്ഥിതിക്ക് യോജിക്കാത്ത പ്ലാന്റ് തിരികെ നൽകി തുക മടക്കി വാങ്ങാൻ LDF ഭരണസമിതിയും പാർട്ടിയും തയ്യാറാകണമെന്നും UDF ആവശ്യപ്പെട്ടു. കായംകുളം നഗരസഭയുടെ ശുചിമുറി മാലിന്യ സംസ്കരണ മൊബൈൽ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പ്ലാന്റ് ഘടിപ്പിച്ച വാഹനം കായംകുളം നഗരസഭയിൽ എത്തിച്ചെങ്കിലും നഗരസഭയുടെ ഗ്യാരേജിൽ കിടന്ന വാഹനം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത് ഗൗരവമുള്ള കാര്യമാണെന്നും ഇതിനെക്കുറിച്ച് അടിയന്തര അന്വേഷണം വേണമെന്നും നഗരസഭ UDF പാർലമെന്ററി പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. കായംകുളം നഗരസഭയിൽ 60% തുക നൽകി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാങ്ങിയപ്പോൾ മഞ്ചേരി നഗരസഭ വാങ്ങിയത് മുൻകൂർ തുക നൽകാതെയാണ്. 2024 മഞ്ചേരി നഗരസഭ പ്ലാന്റ് വാങ്ങാൻ ടെൻഡർ ക്ഷണിച്ചത്. കായംകുളം നഗരസഭ വാങ്ങിയ അതേ കമ്പനിയിൽ നിന്നും ₹1 പോലും നൽകാതെയാണ് പ്ലാന്റ് വാങ്ങിയത്. എന്നാൽ ട്രയൽ റണ്ണിൽ ഈ പ്ലാന്റ് പ്രവർത്തനരഹിതമായതിനാൽ ₹1 പോലും കമ്പനിക്ക് മഞ്ചേരി നഗരസഭ നൽകിയില്ല. ഇതേ പ്ലാന്റ് ആലപ്പുഴ നഗരസഭ 2 വാങ്ങിയെങ്കിലും പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ ട്രയൽ റണ്ണിൽ പരാജയപ്പെടുകയായിരുന്നുവെന്നും UDF നേതാക്കളായ CS ഭാഷ, K പുഷ്പദാസ്, AP ഷാജഹാൻ എന്നിവർ പറഞ്ഞു. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന് 27 ലക്ഷം രൂപ മുൻകൂർ കൊടുത്ത് ആ പ്ലാന്റ് സെക്രട്ടറിയുടെ പേരിലോട്ട് മാറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 5 ദിവസം ഈ ഷെഡിൽ കിടന്ന വണ്ടി ഇന്നിവിടെ കാണാനില്ല. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് മഞ്ചേരി നഗരസഭയിൽ ഡിസംബറിൽ ഇതുപോലൊരു വണ്ടി വാങ്ങിച്ചിരുന്നു. അവിടെ 45 ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി വാങ്ങിച്ചതെന്നാണ് അറിയുന്നത്. പക്ഷേ ആ വണ്ടി അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാരണം മാലിന്യ സംസ്കരണം അതിൽ നടക്കുന്നില്ല. അതുമാത്രമല്ല, 60% ജലാംശമില്ലെങ്കിൽ ഈ മാലിന്യ സംസ്കരണം ആ പ്ലാന്റ് വഴി നടക്കില്ല. ആലപ്പുഴ നഗരസഭയിൽ 2 പ്ലാന്റ് ഇതുപോലത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ആ 2 പ്ലാന്റും ഇതുവരെ പണം കൊടുക്കാതെയാണ് മഞ്ചേരി നഗരസഭയും ആലപ്പുഴ നഗരസഭയും പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത്. ട്രയൽ റൺ നടത്തിയപ്പോൾ ആ ട്രയൽ റണ്ണിൽ അത് ഫീസിബിൾ അല്ല, വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ട് മഞ്ചേരി നഗരസഭയും കട്ടപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ആലപ്പുഴ നഗരസഭയിലെ 2 വണ്ടികളും കട്ടപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ആലപ്പുഴ നഗരസഭയും പണം കൊടുത്തിട്ടില്ല, മഞ്ചേരി നഗരസഭയും പണം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ വാഹനം തിരികെ കൊടുത്ത് ഫീസിബിൾ അല്ലാത്ത ഈ പദ്ധതി, ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് മാറ്റി വേറെ നല്ല പ്ലാന്റ് കിട്ടുന്ന പ്ലാന്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കണം. അല്ലെങ്കിൽ ഈ പദ്ധതി ഉപേക്ഷിച്ച് ഈ പണം തിരികെ വാങ്ങിക്കാൻ നഗരസഭ തയ്യാറാകണം. മഞ്ചേരി നഗരസഭ അവിടെ ഇതുപോലെ പ്ലാന്റ് വാങ്ങിക്കുകയും അത് ട്രയൽ റണ്ണായിട്ട് വീടുകളിൽ ചെന്നപ്പോൾ അവിടെ മാലിന്യം സംസ്കരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇത്ര ശതമാനം വെള്ളം ആ ടാങ്കിനകത്ത് വേണം. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ആ വീട്ടുകാർ ആ ടാങ്ക് നിറയും വെള്ളം നിറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഈ വണ്ടി അങ്ങോട്ട് ചെല്ലാവെന്ന് മഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അത്രമാത്രം മോശപ്പെട്ട സാധനമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഞങ്ങളൊന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, കൊടുത്ത 27 ലക്ഷം രൂപ തിരിച്ച് വാങ്ങിക്കണം. അത് ഞങ്ങളുടെ UDFൻ്റെ ആവശ്യമാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യമാണ്. ഇത് ഇവിടെയും റൺ ടൈലിൽ പോയി കഴിഞ്ഞാൽ ഇത് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇവിടെ കഴിയില്ല. പല ഭാഗങ്ങളിൽ വണ്ടി പോകില്ല, പല കിണറുള്ള ഭാഗങ്ങളിൽ ഇത് ചെന്ന് പറ്റത്തില്ല. അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് ഈ വാഹനം ഇരിക്കുന്നത്. ഇപ്പം 3-4 ദിവസമായിട്ട് ഈ വാഹനം ഇവിടെ കാണുന്നില്ല, എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അത് അന്വേഷിക്കണം ഞങ്ങൾക്കിനി. അതുകൊണ്ട് ഈ കൊടുത്ത പൈസ 27 ലക്ഷം രൂപ തിരികെ വാങ്ങിച്ചുകൊണ്ട് ഇതിന് മറ്റുള്ള ഒരു കാര്യങ്ങളിലേക്ക് നഗരസഭ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയാനുള്ളത്. ഇപ്പോൾ ഈ പ്ലാന്റുകൾ കട്ടപ്പുറത്താണ്. 60% വെള്ളമുള്ള ടാങ്കിൽ മാത്രമേ ഇത്തരം പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെന്നും ഈ സാഹചര്യത്തിൽ പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത പ്ലാന്റ് തിരികെ നൽകി തുക തിരികെ ഈടാക്കാൻ LDF നേതൃത്വം നൽകുന്ന ഭരണകൂടവും CPM-ഉം തയ്യാറാകണമെന്നും UDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.